മഹിമ അങ്ങനെ വക്കീലിനോട് പറയണേണ്, അതിന് കാണേണ്ടതെല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാ, ഫുൾ നേക്കഡ്. അത് കേൾക്കുമ്പോൾ മുകുന്ദൻ ഞെട്ടലോട് ചോദിക്കണേ, ഫുൾ നേക്കഡൊന്നും കാണാൻ പറ്റില്ല, താൻ ചുമ്മാ പറയുന്നതല്ലേ? അത് കേൾക്കുമ്പോൾ മഹിമ പറഞ്ഞേ, ഞാൻ സത്യം പറഞ്ഞത്. വക്കീലിനോട് നിന്ന് പോയപ്പോൾ ചോര കുളിച്ചായിരുന്നു ഇരുന്നേച്ചത്. അപ്പോൾ ഡ്രസ്സൊക്കെ കീറി മാറ്റിയായിരുന്നു. പിന്നെ ഞാൻ മാത്രമല്ല അതെല്ലാം കണ്ടത്, അവിടെ ഒരു 10-12 പേരും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ് മുകുന്ദൻ. എന്നിട്ട് മഹിമ പറയണേ, വക്കീലിൻ്റെ കൂടെ വേറെ ബൈസ്റ്റാൻഡേഴ്സൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതെല്ലാം ചെയ്യാൻ എന്നോട് ഡോക്ടർ പറഞ്ഞത്. വക്കീലിന് ബോധം വന്നപ്പോൾ പുതിയൊരു ബനിയാനായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ മുകുന്ദനൊന്ന് ആലോചിക്കുക, ശരിയാ ആയിരുന്നു. എന്നിട്ട് മുകുന്ദൻ പറയണേ, അതെ, കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് വരണ്ട. ഒന്നുമില്ലെങ്കിലും ഇവിടെ കല്യാണപ്രായമായ ഒരു പുരുഷനല്ലേ ഞാൻ. അപ്പോൾ കാണുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞുണ്ടാക്കും. അന്നേരം മഹിമ പറയണേ, എൻ്റെ വക്കീലേ, എൻ്റെ ജോലി എന്ന് പറയുന്നത് ഓരോ വീട്ടിലും സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമോ? പിന്നെ വക്കീലൊരു മാന്യനായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ നമ്മളെ രണ്ടാളും ചേർത്ത് അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കില്ല. പിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ ഇടയ്ക്ക് വരുന്നത് അമ്മയെ കാണാനും എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അമ്മയോട് പറയാനും കൂടി വേണ്ടിയിട്ടാണ്. അന്നേരം വക്കീൽ കേൾക്കണേ, അപ്പം മഞ്ജുവോ? ചേച്ചിയുടെ കാര്യം വക്കീലിനറിയാലോ, അവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ പ്രശ്നങ്ങളും കൂടി പറഞ്ഞ് ചേച്ചി വെറുതെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം വക്കീൽ മഹിമയോട് പറയണേ, അതെ, ഞാൻ മഹിമയോട് ചുമ്മാ പറഞ്ഞതാണ് ഇവിടെ വരണ്ടെന്നൊക്കെ. തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, അമ്മയെ കാണാം. പിന്നെ എൻ്റെ അമ്മ നല്ലൊരു ഉപദേശിതനെയാണ്. അമ്മയുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. അവൾ പണ്ട് ഇവിടെ ആയപ്പാണെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അന്നേരം മഹിമ പറയണേ, അത് ശരി, അപ്പോൾ ഗൗരിയമ്മയ്ക്ക് വക്കീൽ സ്നേഹിക്കുന്ന പെണ്ണ ആരാണെന്ന് അറിയായിരുന്നല്ലേ? സാരമില്ല, പതുക്കെ ഞാൻ അമ്മയിൽ നിന്ന് അത് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. പിന്നെ അമ്മ അതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം വക്കീലെ. എന്നാൽ ശരി, ഞാൻ ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വക്കീൽ അവിടെ നിന്ന് പറയണേ, ഫുൾ നേക്കടൊന്നും കാണാൻ പറ്റില്ലായിരിക്കും, ആ കുട്ടിയത്ത് വെറുതെ പറഞ്ഞതായിരിക്കും, ഇനി സത്യമായിരിക്കോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ടോ മുകുന്ദൻ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മുകുന്ദൻ ഗിരിയുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ഈ സമയം ഭാനുവമ്മയൊക്കെ മുകുന്ദന് ഭക്ഷണം വീണ്ടും വിളമ്പിക്കൊടുക്കുക. നീ അങ്ങ് കഴിക്ക്, ക്ഷീണവും തളർച്ചയൊക്കെ ഒന്ന് മാറട്ടെ. ഈ സമയം മഞ്ജുവും അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്വപ്നയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും കേട്ടോ. അന്നേരം ഭാനുവമ്മ പറയണേ, എന്നാലും നിന്നെ വഞ്ചിച്ചിട്ട് പോയ ആ പെണ്ണ് ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. നിന്നെപ്പോലെ നല്ലൊരു പയ്യനെ പറ്റിച്ച് അവൾ എങ്ങനെ ഗുണം പിടിക്കാനാ? ഈ സമയം മുകുന്ദൻ പറയണേ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, അവൾ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ. എന്താണെങ്കിലും ഇനി എൻ്റെ ജീവിതത്തിൽ അവൾ ഓർത്ത് വാഴാക്കാൻ ഒട്ടും സമയമില്ല. എന്താണെങ്കിലും അവൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, ഞാനൊരു ഭൂലോക തോൽവിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. മജിസ്ട്രേറ്റിൻ്റെ ടെസ്റ്റ് അതെങ്ങനെയെങ്കിലും എഴുതി പാസ്സായി എടുക്കണം. അതേക്കുമ്പോഴേക്കും സ്വപ്നം ഒന്ന് കണ്ടതാണേ, മജിസ്ട്രേറ്റും. ഈ സമയം ഗിരി പറയണേ, നീ മജിസ്ട്രേറ്റിൻ്റെ ടെസ്റ്റൊക്കെ എഴുതുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ നീ ഒരു ലോക തോൽവിയാണെന്ന് അവൾ പറഞ്ഞ കാര്യം അതൊരിക്കലും അംഗീകരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നീ നല്ലൊരു വക്കീലാണ്, നല്ലൊരു മകനാണ്, നല്ല കൂട്ടുകാരനുമാണ്. ആ നിലക്ക് നീ ഒരു തോൽവിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിന്നെപ്പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെടുത്തിയ അവളാണ് ഒരു ഭൂലോക മണ്ടി. അന്നേരം ഭാനുവിനോട് പറയണേ, അതേ മോനെ, മോമ്പാവിൽ മജിസ്ട്രേറ്റൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, നിന്നെ വഞ്ചിച്ച ആ പെണ്ണ് നിന്റെ മുമ്പിൽ ഒരു പിച്ചക്കാരിയെ പോലെ വന്ന് നിൽക്കും. അവൾ അനുഭവിക്കും, നരകിച്ച് അവൾ ജീവിക്കും. അതൊക്കെ കേട്ട് സ്വപ്ന അങ്ങ് വല്ലാണ്ടാകുകയാണ്. ഈ സമയത്തൊക്കെ സ്വപ്നയുടെ ഭാവമാറ്റമൊക്കെ മഞ്ജുയോടെ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് മുകുന്ദൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം സ്വപ്ന മുകുന്ദൻ്റെ അരികിലേക്ക് ചെല്ലണേ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കാരണമല്ലേ ഇപ്പം നീ മജിസ്ട്രേറ്റൊക്കെ ആകാനുള്ള തീരുമാനം എടുത്തത്. എന്നെക്കൊണ്ട് അങ്ങനെയെങ്കിലും നിനക്കൊരു ഉപകാരം ഉണ്ടായല്ലോ. അന്നേരം മുകുന്ദൻ്റെ കയ്യിൽ ആ മുറിവ് കാണിച്ചിട്ട് പറയണേ, ദേ ഇതിന് കാരണം നീയാ. അതേക്കുമ്പോൾ സ്വപ്നം പറയണേ, അതിന് കാരണം ഞാനൊന്നുമല്ല, നിന്റെ ഭീരുത്വം കൊണ്ടാ. എന്താണെങ്കിലും നീ എൻ്റെ പേര് ഏട്ടൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അതിന് നന്ദിയുണ്ട്. അതേക്കുമ്പോൾ മുകുന്ദൻ പറയണേ, അത് നിന്നോടുള്ള സ്നേഹമോ ഇഷ്ടമോ ഒന്നും കൊണ്ടല്ല. സ്വന്തം പെങ്ങൾ ഇങ്ങനെ ഒരു വൃത്തികെട്ടവളാണെന്നറിഞ്ഞാലേ അത് ഗിരിക്ക് താങ്ങാൻ പറ്റില്ല. അവനെ ഓർത്തുകൊണ്ട് മാത്രം ഞാൻ നിൻ്റെ പേര് പറയാഞ്ഞത്. അങ്ങനെ പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം സ്വപ്ന തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മഞ്ജുവോടെ വന്ന് നിൽക്കുന്നത് കാണുവാണ് കേട്ടോ. അതുകൊണ്ടുമ്പോൾ സ്വപ്ന അങ്ങ് ടെൻഷനാകുക. ഈശ്വര, ഇവളെ പറയുന്നത് എന്തെങ്കിലും കേട്ട് കാണുമോ? സ്വപ്ന അങ്ങനെ ടെൻഷനോട് കൂടി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മഞ്ജു തടയണേ, അതെ ഒന്ന് നിന്നെ. മുകുന്ദനെ വഞ്ചിച്ച ആ പെണ്ണിനെക്കുറിച്ച് ഗിരിയേട്ടനും അമ്മയും കുറേ പറഞ്ഞല്ലോ. അപ്പോഴൊക്കെ സ്വപ്നം മിണ്ടാതെ നിൽക്കുമായിരുന്നല്ലോ. എന്തുപറ്റി? സ്വപ്നക്കറിയാവുന്ന ആരെങ്കിലും ആണോ മുകുന്ദനെ പറ്റിച്ച പെണ്ണ്? എനിക്കൊന്നും അറിയില്ല. പിന്നെന്താ സ്വപ്ന അതിനെക്കുറിച്ച് ഒന്നും പറയാത്തത്? അന്നേരം സ്വപ്ന ചോദിക്കണേ, നീ എന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? ദേ
നിന്റെ പോലീസ് അറിയാനുള്ള ഷോയ്ക്ക് എൻ്റെ അടുത്ത് വേണ്ട. അതൊന്നും ഈ വീട്ടിൽ വിലപ്പോകാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് സ്വപ്ന അകത്തേക്ക് പോകുവാണ്. ഈ സമയം മഞ്ജുവിനാണെങ്കിൽ സ്വപ്നയുടെ കാര്യത്തിൽ നല്ല ഡൗട്ടുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഒരു പാർക്കാണ്. അങ്ങനെ പോലീസ് ജീപ്പ് അവിടെ വന്ന് മഞ്ജുവിനെ അവിടെ ഇറക്കുവാണ്. എന്നിട്ട് അരവിന്ദ സാർ പറയണേ, മഞ്ജു, ഇവിടെ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന വല്ല പൂവാലന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയക്കുക. പിന്നീട് കാമുകന്മാരൊക്കെ സ്ഥിരം സംസാരിക്കാൻ വരുന്ന സ്ഥലം, അവരെ കണ്ടാൽ മൈൻഡ് ആക്കണ്ട. നമ്മുടെ ജോലി അവരെ പിടിക്കുകയല്ലോ. എന്നാൽ ശരി, ഞങ്ങളപ്പോൾ ഒന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് അവരോട് നിന്ന് പോകുവാണ്. ഈ സമയം മഞ്ജു അവിടെ കൂടെയൊക്കെ നടക്കുമ്പോഴായിരിക്കും കേട്ടോ സ്വപ്നയും സഞ്ജുവിനെ ഒന്നിച്ച് കാണുന്നത്. അവർ രണ്ടാളും കൈയൊക്കെ പിടിച്ച് സംസാരിക്കുന്നത് മഞ്ജു കാണുക. അത് കാണുന്നതും മഞ്ജു അവരുടെ അരികിലേക്ക് ചെല്ലുക. സ്വപ്നെ, നീ എന്താ ഇവിടെ? എന്താ ഇവൻ്റെ കൂടെ? നീ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയ, എന്നിട്ട് ഇതിനെ ഇവൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കുന്നത്? അന്നേരം സ്വപ്നം ചോദിക്കണേ, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? നീ എന്തിനാ എൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇടപെടുന്നത്? അന്നേരം മഞ്ജു പറയണേ, സ്വപ്നെ, നിനക്ക് ഇവൻ്റെ സ്വഭാവം അറിയാൻ പാടില്ല എന്നിട്ടാ. ഇവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇവനായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. നീയെ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് സ്വപ്ന പറയുമ്പോൾ മഞ്ജു പറയണേ, സ്വപ്നെ, നീ തൽക്കാലം ഇപ്പോൾ വീട്ടിലേക്കോ, നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം. അന്നേരം സ്വപ്ന ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സഞ്ജുവിനോട് മഞ്ജു ചോദിക്കണേ, എന്താ നിൻ്റെ ഉദ്ദേശം? മറ്റു പെൺകുട്ടികളോട് പെരുമാറുന്നത് പോലെ സ്വപ്നയോട് പെരുമാറാമെന്നുള്ള വലിയ വിചാരം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. അന്നേരം സഞ്ജയ് ചിരിച്ചുകൊണ്ട് പറയണേ, എന്താ മഞ്ജു ഇത്? നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ അസൂയയും കുശുമ്പുമൊക്കെ ഇപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടോ? സ്വപ്നയെ എനിക്കിഷ്ടമോ, അവളെ ഞാൻ കല്യാണം കഴിക്കും. ഞാനവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അന്നേരം മഞ്ജു പറയണേ, നിൻ്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഇതുപോലെ നീ സ്വപ്നയെ ശല്യപ്പെടുത്തി പിന്നാലെ നടന്നാ ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ഗിരിയേട്ടനെ അറിയിക്കും. നിൻ്റെ അക്രമം പെങ്ങളുടെ അടുത്തെടുത്ത് നിന്ന് ഗിരിയേട്ടൻ എങ്ങാനും അറിഞ്ഞാലേ ഗിരിയേട്ടൻ നിന്നെ ബാക്കി വെച്ചേക്കില്ല, നിന്നെ അങ്ങ് തീർത്തു കളയും. എൻ്റെ ഭർത്താവ് ഒരു കൊലയാളിയാവുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഈ വാണിംഗ് വന്നത്. സൂക്ഷിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം. അങ്ങനെ പറഞ്ഞ് സഞ്ജയനെ വെല്ലുവിളിച്ചിട്ട് മഞ്ജുവോടെ നിന്നും പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന മഞ്ജുവിനെയാണ്. ഈ സമയം സ്വപ്ന മുറ്റത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. അന്നേരം സ്വപ്ന മഞ്ജുവിനോട് ദേഷ്യപ്പെടുക. അങ്ങനെ പുറത്തെ ബഹളം കേട്ടിട്ട് ഗിരിയും അമ്മയും കൂടി പുറത്തേക്ക് വരുവാണ്. എന്താ ഇവിടെ? അങ്ങനെ ഗിരിയെ കാണുന്നതും സ്വപ്ന അടുത്ത് നിന്ന് കരയാൻ തുടങ്ങുവാണ്. ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞങ്ങ് നിലവിളിക്കുവാണ്. ഈ സമയം അമ്മ ചോദിക്കണേ, എന്തിനാ ഇവള് കരയുന്നത്? നീ എന്താടി എൻ്റെ കൊച്ചിനെ പറഞ്ഞത്? അന്നേരം മഞ്ജു പറയാൻ തുടങ്ങുമ്പോഴേക്കും സ്വപ്ന തടഞ്ഞുകൊണ്ട് പറയണേ, ഞാൻ പറയാമേ, ഞാൻ മോശം വഴിക്ക് പോകുന്ന പെൺകുട്ടിയാണ്. ഞാൻ കാരണം ഈ കുടുംബത്തിന് അപമാനം വരുമെന്നൊക്കെ ഇവള് പറയുവാണ്. എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക. അതേക്കുന്നതും ഭാനുമതി അമ്മ മഞ്ജുവിനോട് പൊട്ടിത്തെറിക്കുവാണ്. അന്നേരം മഞ്ജു പറയണേ, അയ്യോ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാനിന്ന് ഡ്യൂട്ടിക്കിടയിൽ ഒരു പാർക്കിൽ വെച്ച് ഇവളെ സഞ്ജയും കൂടി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു. സാധാരണ ആ പാർക്കിൽ കപ്പിൾസൊക്കെ വന്ന് സംസാരിക്കുന്ന സ്ഥലമോ, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചാൽ നാട്ടുകാർ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ, അത് കുടുംബത്തിനും കൂടി നാണക്കേടല്ലേ. മാത്രമല്ല സഞ്ജയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് അതിനെക്കുറിച്ച് സൂചന നൽകി, അത്രേ ഉള്ളൂ. അന്നേരം സ്വപ്നം പറഞ്ഞേ, അതൊന്നുമല്ല, ശരിക്കും സഞ്ജയനെ വിവാഹം ചെയ്യേണ്ടത് ഇവളായിരുന്നല്ലോ. ഇവൾക്ക് സഞ്ജയനെ കിട്ടിയില്ല, അതിൻ്റെ കുറ്റബോധമാണ്. സഞ്ജയനെ കണ്ടപ്പോൾ നഷ്ടബോധം തോന്നിക്കാണും. അതുകൊണ്ടാണ് ഞാനും സഞ്ജയും കൂടി സംസാരിച്ചതിന് ഇവളെങ്ങനെ പറഞ്ഞു വെരിപ്പിച്ച് വലുതാക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അവിടെ അവളെ കാത്തു നിന്നപ്പോൾ യാദൃശ്ചികമായി സഞ്ജയനെ കണ്ടു. എന്നെ കണ്ട് സഞ്ജു വന്ന് സംസാരിച്ചു. അതിനാണ് ഇവളിങ്ങനെ എല്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അന്നേരം ഭാനുമതിയമ്മ ചോദിക്കണേ, എന്താടി നിനക്കിപ്പോൾ എൻ്റെ മോൻ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണം. ഈ സമയം മഞ്ജു പറയണേ, അയ്യോ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അന്നേരം ഗിരി പറയണേ, മതി, ഇനി നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ മഞ്ജു വിഷമിച്ച് അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. ഈ സമയം ഭാനുമതി അമ്മ അകത്തേക്ക് പോകുവാണ്. അന്നേരം ഗിരി സ്വപ്നയെ ചേർത്ത് വിളിച്ചിട്ട് പറയണേ, മോളെ, ഞാൻ അവൾ പറഞ്ഞൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്നാലും സഞ്ജുവിനോട് നീ അധികം സംസാരിക്കാത്ത നല്ലത്. നാട്ടുകാരറിയാമല്ലോ, ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിക്കോളും. അങ്ങനെ ഓരോന്നൊക്കെ കള്ളക്കഥകൾ പ്രചരിച്ച നിനക്ക് മാത്രമല്ല സഞ്ജുവിനും ഗോപാൽജിക്കും കൂടിയാണ് നാണക്കേട്. നമ്മൾ കാരണം ഗോപാൽജിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ പറഞ്ഞ് ഗിരിയും അകത്തേക്ക് പോകുവാണ്. പിന്നീട് റൂമിലെത്തുന്ന ഗിരി കാണുന്നത് മഞ്ജുവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരം ഗിരി ചെന്ന മഞ്ജുവിനോട് ചോദിക്കണേ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നതും? അതേക്കുമ്പോൾ മഞ്ജു പറയണേ, ഗിരിയേട്ടനും അറിയാവുന്നതല്ലേ സഞ്ജയുടെ സ്വഭാവം. അവൻ ചതി ഉള്ളിലൊളിപ്പിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. അവൻ്റെ ചതിയിൽ സ്വപ്നം വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അന്നേരം ഗിരി പറയണേ, സഞ്ജയ് പണ്ട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവൻ അതിനെല്ലാം പശ്ചാത്തപിക്കുന്നുണ്ട്. മാത്രമല്ല സഞ്ജയും ഞാനും സ്വപ്ന ശാലിനിയൊക്കെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരാ. സഞ്ജയ് സ്വപ്നയെ സ്വന്തം പെങ്ങളെപ്പോലെയാണ് കാണുന്നത്.
അത് കേൾക്കുമ്പോൾ മഞ്ജു ചോദിക്കണേ, ശാലിനി ഗിരിയേട്ടനെ ആങ്ങളെ പോലെയാണോ കാണുന്നത്? അല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആയിക്കൂടെ സഞ്ജയും? സഞ്ജയിൽ നിന്നും സ്വപ്ന എങ്ങനെയെങ്കിലും അകറ്റണം, അല്ലെങ്കിൽ സ്വപ്ന അവൻ്റെ ചതിയിൽ വീഴും. അത് കേൾക്കുമ്പോൾ ഗിരി മഞ്ജുവിനോട് ചോദിക്കണേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, നീ സത്യം പറയണം. സഞ്ജയിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൽ നിനക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഗിരിയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ മഞ്ജു ആകെ അങ്ങ് ഷോക്കായി പോകുവാണ്. അങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന മഞ്ജുവിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനും പ്രൊമോ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്